അപ്പുറത്ത് കാണുന്ന ഒരു മലയാണ് കേട്ടോ. അതിങ്ങനെ ചുറ്റോടും മലയാണ്. നേരെ കയറി വന്നു താണ്ട ഇവിടെ ഇങ്ങനെ ഒരു വെള്ളത്തിൻ്റെ പരിപാടിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് ഇവിടുത്തെ ഒരു ആകർഷണം. മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ ബാക്കി കാണുന്നത് കേട്ടോ. ആ മലയുടെ മുകളിലൊക്കെ നമുക്ക് കയറാൻ പറ്റും. ആ ഏറ്റവും ടോപ്പ് ഭാഗത്തെ നമുക്ക് പോകാൻ പറ്റും. അപ്പം അതുവഴി കയറാനായിട്ട് അങ്ങനെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ആ സ്റ്റെപ്പ് വഴി നേരെ പോയാൽ മതി. നടക്കാനുള്ള പ്രത്യേകം പാതയുണ്ട്. ഇതുവഴിയാണ് നടക്കേണ്ടത് കേട്ടോ. നേരെ ഇനി മുകളിലോട്ട് കയറുകയാണ് സ്റ്റെപ്പ് വഴി. നേരെ അങ്ങോട്ട് എനിക്ക് തോന്നുന്നു പകലാണ് ഇത് കാണാൻ നല്ലത്. ഈ പൂക്കളൊക്കെ കാണാൻ നല്ലത് പകൽ തന്നെയാണ് കേട്ടോ. രാത്രിയിൽ അത്ര വലിയ രസമൊന്നും തോന്നുന്നില്ല. ലൈറ്റൊക്കെ ഉണ്ടാകേണ്ട അതിൻ്റെ ഒരു ഭംഗി അത്ര. ഇങ്ങനെ മേലോട്ട് നടന്ന് കയറണം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാനായിട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. താഴോട്ട് ഞങ്ങൾ കയറുകയാണ്. നടക്ക് എപ്പോഴും നടക്ക്. ഏഞ്ചലേ എടുക്കാനുള്ളത് എടുത്തു വിട്ടോ. പോട്ടെ, നേരെ പോട്ടെ. എത്രയും ഫാസ്റ്റ് കയറാൻ പറ്റുമോ അത്രയും ഫാസ്റ്റ് കയറും. ഈ രാത്രിയിലായതുകൊണ്ട് ഇതൊക്കെ നമുക്ക് അത്ര ഭംഗിയായിട്ട് തോന്നില്ല. പക്ഷേ കുറച്ചുകൂടെ ഭംഗി പകലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഓ നല്ല കയറ്റമല്ലേ സാറേ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വശം.
പിന്നെ അവിടെ അടങ്ങിയിരിക്കും അല്ലെങ്കിൽ ഞാൻ താഴെ ഇതാണ് ഏറ്റവും ടോപ്പ് വശം. താഴെ നോക്കി നടക്കണം, അല്ലെങ്കിൽ കാല് കുത്തി താഴെ വീഴും. ഇറങ്ങുകയാണ് കേട്ടോ മല. ഈ മല ഇറങ്ങുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഹാങ്ങിങ് ഗാർഡനിലാണ് കേട്ടോ. അപ്പം ഞാൻ വന്നത് രാത്രിയിലായതുകൊണ്ട് വലിയ കാണാനായിട്ട് പറ്റിയതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പകലായിരിക്കും നല്ലത്. രാത്രിയിൽ ആ ലൈറ്റിൻ്റെ വെട്ടവും ഒക്കെ ആയൊരു ഭംഗി മാത്രമേ ഉള്ളൂ. ബാക്കി പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. അപ്പം പകൽ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ പാർക്കിംഗ് ഫ്രീ 5 dirhams, കൂടാതെ ഇതിൽ കയറുന്നതിന് 5 dirhams ആണ് ഫീസ്.